ഈ മരിക്കുന്ന അവൾ 8 ദിവസത്തോളം ആശുപത്രിയിൽ കിടന്നു. അതിൽ ആശുപത്രിയിൽ കിടന്ന 5-ാമത്തെ ദിവസം, അതായത് മരിക്കുന്നതിന് 3 ദിവസം മുന്നേ ഉള്ള ഒരു ദിവസം ഞാൻ ഇന്നും മറക്കൂല. കാരണം ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം അവൾക്ക് കുർബാനയ്ക്ക് കൊടുക്കാൻ പോകുമായിരുന്നു. ഈ ആശുപത്രിയിലായിരുന്നപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 6 മണിയോടുകൂടി ആശുപത്രിയിലെത്തും. അതിനുശേഷം അവളുടെ കട്ടിലിൻ്റെ അടുത്ത് പോയിരിക്കും, ഇരുന്ന് പ്രാർത്ഥിക്കും. അന്നത്തെ ദിവസത്തെ സുവിശേഷം ഞാൻ വായിക്കും. പിന്നെ ഞങ്ങൾ പതിയെ സുവിശേഷം വായിച്ചതിന് ശേഷം അനുതാപ ശുശ്രൂഷ ചൊല്ലും. കുർബാനയിലുള്ള ഈ തുടക്കത്തിലുള്ള അനുതാപ ശുശ്രൂഷ ചൊല്ലി പാപങ്ങളെല്ലാം ആ സമയത്തൊക്കെ അവൾ കൈവിരിച്ച് പിടിക്കും. കാരണം ഒരു കണ്ണ് തുറക്കും, ഒരു ചെവിയും കേൾക്കാം. അത് മാത്രമേ നമുക്കാണ്. പക്ഷേ കണ്ണ് തുറന്ന് പിടിക്കും, ഒരു കണ്ണ് തുറന്ന് പിടിക്കും, കൈ വിരിച്ച് പിടിക്കും. എന്നിട്ട് അനുതാപ ശുശ്രൂഷ ചൊല്ലും. പിന്നീട് സുവിശേഷം ഞാൻ വായിക്കും, സുവിശേഷം അവൾ കേൾക്കും. പിന്നീട് കുറച്ച് നേരം പ്രാർത്ഥനകളും സ്തുതിപ്പുകളൊക്കെ ആയിട്ട് നിൽക്കും. അതിനുശേഷമാണ് കുർബാന സ്വീകരിച്ചിരുന്നത്. ഈ കുർബാന സ്വീകരിച്ച് അപ്പോൾ ഇങ്ങനെയുള്ളത് രീതിയായിരുന്നു അവസാനത്തെ ഈ 8 ദിവസത്തിലും. 8-ാം ദിവസം അവൾ മരിച്ചു. അതിൽ 5-ാമത്തെ ദിവസം ഇതുപോലെ ഞാനും ചെല്ലാനത്തിൽ വൈകിപ്പോയി. 6 മണി കഴിഞ്ഞു. അപ്പോൾ സാധാരണഗതിയിൽ ഞാനവിടെ ചെല്ലാൻ നേരത്തെ എന്നെ കൊണ്ടുപോകാനായിട്ട് അവിടുത്തെ ഒരു സ്റ്റാഫ് ഉണ്ടാവുമായിരുന്നു. ഹേന എന്ന് പറയുന്നൊരു സ്റ്റാഫ് ഉണ്ടാവും. ഈ 5 ദിവസം മുമ്പ് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഹേന ഉണ്ടായിരുന്നില്ല. കാരണം ഹേനക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ ഇപ്പോൾ 4 ദിവസം വന്നതല്ലേ, എനിക്ക് വഴി അറിയാം, ഞാൻ ചെന്നോളാം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വഴി തെറ്റിപ്പോയി. എന്ന് പറഞ്ഞവരെ അന്ന് അജിന സെഡേഷനിലായിരുന്നു. അജിനയ്ക്ക് സെഡേഷൻ കൊടുത്തു തുടങ്ങിയായിരുന്നു. അപ്പോൾ സെഡേഷനിലായിട്ട് അന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് അവൾ അവസാനമായിട്ട് കണ്ണ് തുറന്നത്. അതിനുശേഷം ഈ 6:30 മണിയായപ്പോൾ 6:30 മണിക്കൂർ ഉറങ്ങി അൺകോൺഷ്യസ് ആയിട്ട് കിടന്നിരുന്ന കുട്ടി ഞാൻ പരിശുദ്ധ കുർബാനയായിട്ട് താഴെ എത്തി വഴി തെറ്റി നിൽക്കുന്ന സമയത്ത് ഇവൾ കണ്ണ് തുറന്നിട്ട് അടുത്ത് നിൽക്കുന്ന ചേച്ചിയുടെ അടുത്ത് നിന്ന് അന്നൊക്കെ മൊബൈലിലൂടെയാണ് ഇവൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. മൊബൈൽ മേടിച്ചിട്ട് മൊബൈലിൽ അവൾ ടൈപ്പ് ചെയ്തു. എന്താ ടൈപ്പ് ചെയ്തതെന്ന് അറിയാമോ? ജീനച്ചൻ വന്ന് വഴി തെറ്റി താഴെ നിൽക്കുന്നു, സഹായിക്കാൻ. ഓർക്കണം, അതിന് മുന്നേയുള്ള 6:30 മണിക്കൂർ അവൾ അൺകോൺഷ്യസ് ആയിരുന്നു, സെഡേഷനിലായിരുന്നു. കണ്ണ് തുറന്ന് അവൾ ചേച്ചിയോട് പറഞ്ഞിട്ട് ഈ അജ്മ, അവളുടെ ചേച്ചി, ഈ മൊബൈലിൽ മെസ്സേജ് വായിച്ച് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ വഴി ചോദിച്ച് പിടിച്ച് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലണമായിരുന്നു. അങ്ങനെ എന്നെ കണ്ടതോടുകൂടി അജ്മ, ഇവളുടെ ചേച്ചി, കരയാൻ തുടങ്ങി. എന്നിട്ട് എന്നെ ഈ മെസ്സേജ് കാണിച്ചു തന്നു മൊബൈലിൽ. അവൾ അയച്ച മെസ്സേജ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മാലാഖമാരുടെയും വിശുദ്ധരുടെയും കൂടെ ഇരുന്ന ഒരു കുട്ടിയായിരുന്നു അജ്ന എന്നുള്ളതിന് ഇതിൽ വലിയ തെളിവ് ഞങ്ങൾക്ക് എന്താണ് വേണ്ടത്? അവളുടെ ഈ അവസാന നാളുകൾ, ആശുപത്രിയിലുള്ള അവസാന നാളുകൾ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവ്യകാരുണ്യ പ്രഘോഷണമായിരുന്നു. എൻ്റെ അജപാലന ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത 8 ദിനങ്ങളും. അകലാതെ ഞാനിനി ചേർന്നിരിക്കും ആത്മാവിനാനന്ദ